മകൻ സ്വന്തം അമ്മയെ കൊന്നത് ഒരു നാടിനെ ഒന്നാകെ നടുക്കി. 25 വയസ്സ് മാത്രം പ്രായമുള്ള ആഷിക്ക് ലഹരിക്കടിമയായിരുന്നു. ഈ ദുസ്വഭാവം ആഷിക്കിനെ ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെൻ്ററിലെത്തിച്ചു. കുറച്ചു നാളുകൾക്കു ശേഷമെങ്കിലും തൻ്റെ മകൻ ലഹരിയിൽ നിന്ന് മോചിതനായി തിരിച്ചു വരുമെന്ന് കൊല്ലപ്പെട്ട സുബൈദ പ്രതീക്ഷിച്ചു കാണണം. പക്ഷേ ആഷിക്ക് വീട്ടിലെത്തിയത് സ്വന്തം അമ്മയുടെ ജീവനെടുക്കാനായിരുന്നു. ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് താമരശ്ശേരി കൈതപ്പൊയിലെ സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു സുബൈദ. അമ്മയെ കാണാനായി ആഷിക്ക് എത്തിയത് സഹോദരിയുടെ വീട്ടിലേക്കായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒരു പ്രശ്നവും കാണിക്കാത്ത ആഷിക്ക് ഇന്ന് ഉച്ചയ്ക്കാണ് തൊട്ടടുത്ത വീട്ടിൽ നിന്നും തേങ്ങ പൊളിക്കാനെന്ന വ്യാജേനെ അരിവാൾ കത്തി വാങ്ങിയത്. അതുപയോഗിച്ച് സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തി. അടുത്തുള്ള വീട്ടിലുള്ള ആളുകളെ സൗണ്ട് ഇട്ടാണ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉള്ളിൽ താത്തേനെ വെട്ടിയുണ്ട് കുടിവെള്ളം കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വാതിൽ തുറക്കുന്നില്ലായിരുന്നു, ഉള്ളിലായിരുന്നു. പിന്നെ സൗണ്ട് കെട്ടി കത്തിയും കൊണ്ട് പുറത്തേക്ക് ആർക്കാ കത്തി വേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ വന്ന് പൈപ്പിന് എടുത്തുനിന്ന് കത്തിയും കഴുകി കത്തി അവിടെ വെച്ച് പിന്നെ ഉള്ളിൽ കയറി വാതിലടക്കുകയാണ് ചെയ്തത്. ന്യൂജൻ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുന്ന യുവാക്കളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഇത് കൊണ്ടുചെന്നെത്തിക്കുന്നതാകട്ടെ അതിക്രൂരമായ കൊലപാതകങ്ങളിലേക്കും പീഡനങ്ങളിലേക്കുമാണ്. പുതിയ തലമുറയെ നമുക്ക് നേർവഴിക്ക് നടത്താനാകുമോ?